നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും? നമ്മുടെ സിറ്റിസൺ നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു ജോലി ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ തന്നെ മിനിമം ഒരു 5 വർഷമെങ്കിലും ഹോൾഡ് ചെയ്ത ബിസിനസ് നിർത്തി കഴിഞ്ഞാൽ 6ാമത്തെ വർഷം മുതൽ നമുക്ക് അതിന് പ്രോഫിറ്റബിൾ ആക്കി എടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പം 1 വർഷം ആകുമ്പോഴത്തേക്ക് ശരിയാവത്തില്ല, ഇവിടെ ശരിയാവാതെ നമ്മൾ കളഞ്ഞിട്ട് പോവാം. അപ്പോൾ ഏതൊരു ബിസിനസ് ആണെങ്കിലും കുറച്ച് നാളത്തെ ക്ഷമയില്ലാതെ ഇപ്പം നമ്മൾ പറയുന്ന റിലയൻസ് ഒക്കെ ആണെങ്കിൽ തന്നെയും തുടക്ക സമയത്തൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവർ വളർന്നു വന്നത്. നമുക്കെല്ലാം അറിയാവുന്നതാണ്. എങ്ങനെ അതിന്റെ മുതലാളി എങ്ങനെയൊക്കെ ആയിരുന്നു, അയാളുടെ കഷ്ടപ്പാട് എന്തായിരുന്നൊക്കെ നമ്മൾ അറിയാം. നമ്മൾ ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് മാത്രമേ നമ്മൾ അവരെ പറ്റി അനലൈസ് ചെയ്യുമ്പോൾ കാണുന്നുള്ളൂ എന്നുള്ളത്. അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരു ഹീറോ എന്ന് പറഞ്ഞാൽ ധീരുഭായ് അംബാനി തന്നെയാണ് എൻ്റെ ഹീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ലെവലിലുള്ള ആൾക്കാർ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട്, അവരുടെ തലമുറയുണ്ട്. പിന്നെ അതേ ഒരു സ്കില്ലായിരിക്കുമല്ലോ അവരുടെ തലമുറ ഉണ്ടാവുന്നത്. അപ്പം പിന്നെയും അതേ രീതി തന്നെ അവർ പോട്ടു. അപ്പോൾ അത് കണ്ട് നമ്മൾ അസൂയപ്പെടാതെ അവരെന്താണ്, അവരുടെ മോറൽ എന്താണ്, അവരുടെ ജീവിത രീതികൾ എന്തായിരുന്നു, അത് കോപ്പ് ചെയ്ത് നമ്മളിപ്പോൾ ഗവൺമെന്റ് ജോലി തന്നെ വേണമെന്ന് പറയുന്നില്ല, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയിൽ സെറ്റിൽഡ് ആണെന്നും പറയാൻ പറ്റില്ല. എപ്പോഴും നമുക്ക് നമ്മുടെ രാജ്യത്തിന് വേണ്ടി പുരോഗതി ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ബിസിനസ്സുകാരായിരിക്കണം. നമ്മളെ ഇന്ത്യയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഇന്ത്യക്ക് വേണ്ടി നമ്മുടെ സ്കില്ലുകൾ ഉപയോഗിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ ഇന്ത്യയുടെ അസറ്റ് അല്ല നമ്മുടെ മാതൃരാജ്യത്തിന്റെ അസറ്റ് ആവത്തുള്ളൂ. എപ്പോഴും നമ്മൾ നമ്മുടെ രാജ്യത്ത് നിന്നുള്ള തുച്ഛമായിട്ടുള്ള ഹ്യൂജ് എമൗണ്ട് ഓഫ് മണി ഇല്ലെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് നമ്മുടെ